ഒരു മതേതര കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ആശാവഹമായ ഒരു കാഴ്ചയാണ്. ആ കാഴ്ച ഇന്ന് വളരെ വളരെ എന്തായി ആശ നശിച്ചുകൊണ്ട് ആശങ്കാജനകമായ ഒരു കാഴ്ചയാക്കി മാറ്റിയെടുക്കാനുള്ള ഒരു ബോധപൂർവമായ ശ്രമം ഇവിടെ നടക്കുന്നുണ്ട്. അതിനെ ചെറുത്ത് തോൽപ്പിക്കാൻ നമുക്ക് എല്ലാവരും ഇവിടെ മമ്മൂട്ടി മോഹൻലാലിനെ ഒന്നും എന്തില്ല ഒരു ജാതിയുടെ മതത്തിന്റെ ഒന്നും പരിവേഷം കൊടുക്കാൻ ആരും മുതിരേണ്ട ആവശ്യമില്ല. കാരണം അവർ കേരളത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ നാടിന്റെ പൊതു സ്വത്താണ്. കാര്യം എന്താണ്, ഇവിടെ മമ്മൂട്ടിയുടെ അല്ലെങ്കിൽ മോഹൻലാലിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന സിനിമാ നടന്മാരുടെയൊക്കെ സിനിമ കാണുന്നത് ഏതെങ്കിലും ഒരു മതവിഭാഗക്കാരാണോ? അല്ലെങ്കിൽ അവർ അഭിനയിക്കുന്നത് ഏതെങ്കിലും മതപരമായിട്ടുള്ള രംഗങ്ങളാണോ? ഒരിക്കലുമല്ല. അവരുടെയൊക്കെ ഹിറ്റ് കഥാപാത്രങ്ങളൊക്കെ തന്നെ എന്താണ്, മറ്റ് വേഷങ്ങളിലും അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റ് രൂപത്തിലും മറ്റ് പേരുകളിലും അല്ലെങ്കിൽ മറ്റ് മേഖലകളിലും ഒക്കെ നിന്നുള്ള വേഷങ്ങളാണ് കേരളത്തിൽ മെഗാഹിറ്റായിട്ടുള്ളത്, മോഹൻലാലിന്റെ ആയാലും മമ്മൂട്ടിയുടെ ആയാലും. അപ്പോൾ അവർക്കൊന്നും തന്നെയും ജാതിയുടെയും മതത്തിന്റെയും പരിവേഷം കൊടുത്തുകൊണ്ട് അവരെയൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ഈ പറയുന്ന രീതിയിലേക്ക് ചങ്ങലക്കിട്ടുകൊണ്ട് അവരുടെ കഴിവിനെയും അല്ലെങ്കിൽ അവരുടെ അഭിനയസിദ്ധിയെയും ഒക്കെ തന്നെ ഇങ്ങനെ മതപരമാക്കി കളയാം. അല്ലെങ്കിൽ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ എന്താണ്, അങ്ങനെയാണെങ്കിൽ ഈ മലയാള സിനിമയിൽ ഓരോ നടന്മാരും അവരുടെ ജാതിയും മതത്തിന്റെ ആചാരം അനുസരിച്ചാണോ അഭിനയിക്കുന്നത്? തീർച്ചയായിട്ടും. അവരിപ്പോ എത്ര വട്ടം ഈ പറയുന്ന ഗംഗയിൽ കുളിക്കേണ്ടി വരും, അല്ലെങ്കിൽ അവർ എത്ര വട്ടം ഈ പറയുന്ന ആചാരങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, പാലിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അവിടെയൊക്കെ അതായത് വിശ്വാസികൾക്ക് വിശ്വാസ പ്രമാണങ്ങൾ തീരുമാനിക്കാനുള്ള അധികാരം ഈ പറയുന്ന മതനേതാക്കന്മാർക്കും മതപണ്ഡിതന്മാർക്കുമാണ്. അത് നമ്മൾ അംഗീകരിക്കാം. പക്ഷേ പൊതു ഇടങ്ങളിൽ എങ്ങനെ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു വ്യക്തി പ്രവർത്തിക്കണമെന്നുള്ള ആ സാഹോദര്യം പ്രകടിപ്പിക്കേണ്ടതും അല്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടതും അത് വ്യക്തിയാണ്. അതിലെന്തില്ല ഈ പറയുന്ന രീതിയിൽ അങ്ങ് മത നേതൃത്വമോ അല്ലെങ്കിൽ ഈ പറയുന്ന ജാതി നേതൃത്വമോ ഒക്കെ ഇടപെടാൻ. ഇത് ഇന്ത്യ എന്ന് പറയുന്നത് ജനാധിപത്യ ഇന്ത്യയാണ്. അല്ലാതെ ഇവിടെ രാജാവല്ല ഭരിക്കുന്നത്, ഇവിടെ ഭരിക്കുന്നത് മതഗ്രന്ഥമല്ല, ഇവിടെ ഭരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ഭരിക്കുന്നത്. ഇവിടെ ഈ പറയുന്ന ജാതിക്കും മതത്തിനും എല്ലാം നമ്മൾ ഭരണഘടന അംഗീകരിക്കുമ്പോഴും അതിനൊക്കെ അപ്പുറത്താണ് എന്ത് ചെയ്യുന്നത് മനുഷ്യന്റെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ അവന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം, അവന് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം, അല്ലെ അവന് എന്താണ് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം. അതിനെ ഒന്നും ആർക്കും എന്ത് ചെയ്യാൻ കഴിയില്ല, പൂച്ചുലങ്ങടങ്ങാൻ കഴിയില്ല. തീർച്ചയായും.